അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോവേണ്ടത് ഈ തിരുപ്പതി ലഡു വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലുള്ള ചില പ്രതികരണങ്ങളിലേക്കാണ്. ഏറ്റവും പ്രധാനം ഗവർണറുടെ. എടുത്തു പറയേണ്ട കാര്യം ജനൻ TV അല്ലാതെ മറ്റൊരു മലയാള മാധ്യമവും ഈ വിവരം അറിഞ്ഞമിട്ടില്ല, അറിഞ്ഞതായി ഭാവിക്കുന്നുമില്ല. അത് ഏതൊക്കെ തരത്തിൽ എവിടെ നിന്നൊക്കെയാണ് ഇതിൻ്റെ പ്രതികരണങ്ങൾ വരുന്നതെന്ന് വളരെ പ്രധാനമാണ്. അതിനേക്കാൾ ഉപരി അവിടെ ഈ വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം അത് ക്ഷേത്ര ട്രസ്റ്റ് എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അവരാണല്ലോ ആദ്യം ഇത് പറയേണ്ടത്. അന്വേഷണമൊക്കെ ഒരു വഴിക്ക് നടക്കുമ്പോൾ തന്നെ അവർ പരോക്ഷമായി തന്നെയും അത് സമ്മതിക്കുന്നുണ്ട്, അത് നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമായ തിരുപ്പതിയിലുണ്ടായ അനാചാരം ഗുരുതരമാണ് എന്നാണ്. ആരും മറ്റൊരാളുടെ ഭക്ഷണശീലങ്ങൾ നിശ്ചയിക്കാൻ അധികാരമുള്ളവരല്ല. മതവിശ്വാസങ്ങളെ മാത്രമല്ല, പൊതുജനത്തെ ബാധിക്കുന്ന ഈ വിഷയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കുറ്റവാളികളെ ശക്തമായി ശിക്ഷിക്കണമെന്നും വീണ്ടും ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതെ ഉറപ്പുവരുത്തേണ്ടതാണെന്നും ഗവർണർ പറഞ്ഞു. ജനം TV ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. You have every right to have your own choices, not only because it concerns the religious place, most famous temple of India. So I can only hope that the government will investigate, will find the culprits and will ensure that not only that the culprits are punished, but such things are never repeated in future. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നന്ദൻ, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഇത്തരം പ്രതികരണങ്ങൾ അദ്ദേഹം ഇപ്പോൾ ഗവർണർ നടത്തിയ പ്രതികരണം തന്നെ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ധൈര്യം എങ്ങനെ വരുന്നു? ഇത് പരോക്ഷമായി തന്നെ അവർ സമ്മതിക്കുന്നുമുണ്ട് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ ഒരു അന്വേഷണം നടന്നാൽ എന്തൊക്കെ പുറത്തു വരും? തിരുപ്പതി ക്ഷേത്രം പോലുള്ളൊരു പ്രശസ്തമായ ക്ഷേത്രത്തിൽ നിന്നുള്ളൊരു ആശങ്കയും കാര്യമായുണ്ട്. അത് പ്രസാദത്തിൽ അതെ, കോടിക്കണക്കിന് ജനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചിലപ്പോൾ ദിവസങ്ങൾ കാത്തുനിന്ന് ദർശനം നടത്തുന്ന ക്ഷേത്രത്തിലെ പ്രസാദം, അതിൽ പോലും ഇതൊരു കേവലമായ ഒരു വെട്ടിപ്പോ തട്ടിപ്പോ അല്ല, അതിലൊക്കെ അപ്പുറം പോകുന്നതാണ്. നന്ദൻ, ഈ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത് രൂക്ഷമായ പ്രതികരണമാണ്, അല്ലെങ്കിൽ രൂക്ഷമായ വിമർശനമാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് അദ്ദേഹം സൂചിപ്പിച്ചത് ആചാരങ്ങൾ പലതുണ്ട്, വിശ്വാസങ്ങൾ പലതുണ്ട്, ആഹാര രീതിയും അങ്ങനെ പലതുണ്ട്. പക്ഷേ ഒരു ജനതയുടെ മുകളിലേക്ക് വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പ്രക്രിയ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ ഭക്ഷണശീലങ്ങൾ നിശ്ചയിക്കാൻ അതാത് വ്യക്തികൾക്ക് അധികാരമുണ്ട് എന്നുള്ളതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചൂണ്ടിക്കാണിക്കുന്നത്. മതവിശ്വാസങ്ങളെ മാത്രമല്ല, പൊതുജനത്തിന്റെ ആരോഗ്യത്തെ കൂടി ബാധിക്കുന്ന ഈ വിഷയം എന്നുള്ളതും ഏറെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ഇന്നലെ വലിയ പ്രതികരണങ്ങൾ വിവിധ കോണുകളിൽ നിന്നും പല പ്രതികരണങ്ങളും വന്നിരുന്നു. ഇതിലെല്ലാവരും പ്രധാനമായും സൂചിപ്പിച്ചതും ഇതുതന്നെയാണ്. ഇത് കേവലം വിശ്വാസത്തിന്റെ പ്രശ്നം മാത്രമല്ല, മറിച്ച് ആരോഗ്യത്തിന്റെ പ്രശ്നം കൂടിയാണ് എന്നുള്ളതാണ് പല വിമർശനങ്ങളും ഉയർന്നിരുന്നത്. ഇന്നലെ തിരുപ്പതി ദേവസ്ഥാനം അധികൃതർ, എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രത്യേക വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഇത്തരമൊരു വീഴ്ച സംഭവിച്ചതായി അംഗീകരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് YSR കോൺഗ്രസ് ഭരണകാലത്ത് അന്ന് ലഡു നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്ന ആ നെയ്യിൽ മീനെണ്ണയും മൃഗക്കൊഴുപ്പും അതേപോലെ തന്നെ പന്നിയുടെയും ബീഫിന്റെയും അടക്കം ഫാറ്റ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇത് ആദ്യം ചന്ദ്രബാബു നായിഡു ആയിരുന്നു ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത്. പിന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് YSR കോൺഗ്രസ് ഇതിൽ നിന്നും തലയൂരാൻ ശ്രമിച്ചപ്പോഴാണ് കൃത്യമായ രേഖകൾ പുറത്തു വന്നത്. അതിനുശേഷം ഇപ്പോൾ തിരുപ്പതി ദേവസ്ഥാനം എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെ വാർത്താ സമ്മേളനം നടത്തി പറയുന്നു, ഇത്തരം YSR കോൺഗ്രസിന്റെ കാലത്ത് ഇത്തരമൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ഭാവിയിൽ ഇനിയും ഇത്തരമൊരു വീഴ്ച ഉണ്ടാകാൻ ഇടയില്ല. പ്രത്യേക ലാബ് സംവിധാനം അടക്കം അവർ ഒരുക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നെയ്യ് തന്ന ഈ കമ്പനിക്കെതിരെ കർശനമായ നടപടികളിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ് തിരുപ്പതി ദേവസ്ഥാനം അധികൃതർ അറിയിച്ചത്. ഹൈന്ദവ സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് നിൽക്കുന്ന സാഹചര്യമാണ്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കേവലം ലാഭേച്ഛയോടുകൂടി നടത്തിയ ഒരു അഴിമതിയല്ല എന്നുള്ളത് തന്നെയാണ്, മറിച്ച് ഇത് ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കുവാനുള്ള ഗൂഢ നീക്കങ്ങളുടെ ഭാഗമാണ് ഇത്തരമൊരു പ്രവൃത്തി എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും ഇത്തരം വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുവാൻ സർക്കാർ ശ്രമിച്ച ചരിത്രമുണ്ട്.
പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മളത് കണ്ടതാണ്. ശബരിമല വിഷയത്തിൽ CPM-ഉം പിണറായി സർക്കാരും ഏത് വിധമാണോ ഹൈന്ദവ ആചാരങ്ങളെ തകർക്കുവാനും ഇല്ലാതാക്കുവാനും അല്ലെങ്കിൽ യുവതീ പ്രവേശനത്തിലൂടെ വിശ്വാസങ്ങളെ ഹനിക്കുവാനും ശ്രമിച്ചത്, ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് YSR കോൺഗ്രസ് ആന്ധ്രാപ്രദേശിൽ ഇത്തരം ഈ ലഡുവിൽ മൃഗക്കൊഴുപ്പ് കലർത്തിയതുകൂടി കാട്ടിയത് എന്നുള്ളതാണ് പ്രധാനമായും ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ദക്ഷിണ കേരളത്തിൽ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അത് താന്ത്രിക വിധി പ്രകാരമാണ് ആ പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവഹിക്കുന്നത്. അങ്ങനെ താന്ത്രിക വിധി പ്രകാരം പ്രതിഷ്ഠ നടത്തുമ്പോൾ ആ ദേവന് നിവേദ്യം നൽകുക, അല്ലെങ്കിൽ ആ നിവേദ്യം ഏറ്റവും ഗുണകരമായ അല്ലെങ്കിൽ ഏറ്റവും ശുദ്ധമായ വസ്തുക്കൾ കൊണ്ട് ഭഗവാന് നിവേദ്യം നൽകുക എന്നുള്ളതാണ് ആ സങ്കല്പം. അങ്ങനെ നിവേദ്യത്തിലൂടെ ഭഗവാന് ഊർജം പകരുകയും ആ ഊർജം ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തരിലേക്ക് ആ ഊർജ പ്രവാഹം ഉണ്ടാകുമെന്നുള്ളതാണ് ആ സങ്കല്പം. അങ്ങനെ ആ തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ, ആ ക്ഷേത്രത്തിന്റെ, ആ പ്രതിഷ്ഠയുടെ ചൈതന്യ ലോപത്തിന് വേണ്ടി ഒരു വിഭാഗം കൃത്യമായി പ്രവർത്തിച്ചു എന്നുള്ള ആക്ഷേപമാണ് ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കം മുന്നോട്ട് വെക്കുന്നത്. അതായത് ഇത് ലാഭേച്ഛ മാത്രമല്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ തിരുപ്പതി ദേവസ്ഥാനത്തെ തകർക്കുവാൻ വേണ്ടി പല നീക്കങ്ങൾ ക്രിസ്ത്യൻ മിഷണറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ നിലനിന്നിരുന്നു. അതായത് ആ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ഈ ക്രിസ്തീയ വിഭാഗവുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ വിതരണം ചെയ്യുക, അവിടെ എത്തുന്ന ഭക്തരെ മറ്റ് പള്ളികളിലേക്ക്, ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ആനയിക്കുക തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് നേതൃത്വം കൊടുത്തത് തിരുപ്പതി ദേവസ്ഥാനത്തെ അവിടുത്തെ ഭരണാധികാരികളും അവിടുത്തെ ജീവനക്കാരുമായിരുന്നു. YSR കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു എന്നുള്ളതാണ് ആക്ഷേപം. അങ്ങനെ ഇത് ആദ്യമായി അല്ല ഇത്തരം സംഭവങ്ങൾ തിരുപ്പതിയിൽ ആവർത്തിക്കുന്നത്. മുമ്പും സമാനമായ രീതിയിൽ ഈ ക്ഷേത്രത്തെ തകർക്കുവാൻ വേണ്ടി YSR കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറി ഭാഗത്തു നിന്നുകൊണ്ട് YSR കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ള ആക്ഷേപങ്ങൾ ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്നു. ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനോടകം തന്നെ പ്രതികരിച്ചു. രാജസ്ഥാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു കഴിഞ്ഞു. ഹൈന്ദവ വിശ്വാസത്തെ ആകെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് YSR കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. ലോകമെമ്പാടും കോടാനുകൂടി ഭക്തർ വിശ്വസിക്കുന്ന വെങ്കിടാചലമൂർത്തി, അത് ദക്ഷിണേന്ത്യയിലെ ഒരു ക്ഷേത്രമാണെങ്കിൽ കൂടിയും ഇവിടെ ഉത്തരേന്ത്യയിലും വലിയ വിശ്വാസമുണ്ട്. മാത്രമല്ല ലോകമെമ്പാടും തിരുപ്പതി വെങ്കിടാചലമൂർത്തിക്ക് വലിയ ആരാധക വൃന്ദങ്ങളുള്ള സ്ഥലമാണ്. മാത്രമല്ല ഈ തിരുപ്പതി ഭഗവാനോളം പ്രശസ്തമാണ് അവിടുത്തെ ലഡു പ്രസാദം എന്നുള്ളതും ശ്രദ്ധേയമാണ്. സാധാരണ തിരുപ്പതി വെങ്കിടാചലമൂർത്തിയെ ദർശിക്കുവാൻ അല്ലെങ്കിൽ അതിന് കാത്തു നിൽക്കുന്ന അതേപോലുള്ള ഒരു ക്യൂ സംവിധാനം തന്നെ ഈ ലഡു പ്രസാദം വാങ്ങുവാനും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഭഗവാനോളം പ്രാധാന്യം അവിടുത്തെ പ്രസാദത്തിനും നൽകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഏതാണ്ട് ഒരു ദിവസം 2.5 ലക്ഷത്തിലധികം ലഡു നിർമ്മിച്ചാണ് പുറത്തിറക്കുന്നത്. ആ ലഡുവിൽ അല്ലെങ്കിൽ ആ പ്രസാദത്തിലാണ് അവിടെ അഴിമതി നടത്തിയത്, അല്ലെങ്കിൽ അതിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും കലർത്തിക്കൊണ്ട് ഭക്തസഹസ്രങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനെ ഹനിക്കുവാൻ വേണ്ടി YSR കോൺഗ്രസ് തയ്യാറായത് എന്നുള്ളതാണ് ശ്രദ്ധേയം. വരും ദിവസങ്ങളിൽ ഹൈന്ദവ സംഘടനകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ ഒരു വിഷയം ഒരുപക്ഷെ നിയമ നടപടികളിലേക്ക് കൂടി നീങ്ങുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. വിശ്വ ഹിന്ദു പരിഷത്തും ഹൈന്ദവ സംഘടനകളും എല്ലാവരും ഒരേ സ്വരത്തിൽ ആവർത്തിക്കുന്നത് ഇതിൽ കർശനമായ നടപടി വേണം എന്നുള്ളതാണ്. ഇന്നലെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കൂടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇന്നലെ ഈ ഒരു വിഷയത്തിൽ ചന്ദ്രബാബു നായിഡുവുമായി സംസാരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ റിപ്പോർട്ടുകളും കേന്ദ്ര സർക്കാരിന് കൈമാറാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരോടും ഈ വിഷയം കൃത്യമായി പഠിച്ച് വിശദമായ റിപ്പോർട്ട് നൽകുവാൻ വേണ്ടി കേന്ദ്ര ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ കർശനമായ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇത് വിശ്വാസത്തെ ഹനിക്കുക മാത്രമല്ല കോടാനുകൂടി വിശ്വാസികളുടെ ആരോഗ്യത്തെ കൂടി തകർക്കുന്ന പ്രവൃത്തിയാണ് ഈ YSR കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന സർക്കാർ അതിന് അല്ലെങ്കിൽ ആ ദേവസ്വം ഭരണസമിതിയും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ അത് ഇപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമാകുന്നു. അല്ലെങ്കിൽ രൂക്ഷമായ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രൂക്ഷമായ വിമർശനമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹവും ചൂണ്ടിക്കാണിക്കുന്നത് മതവികാരത്തെ വ്രണപ്പെടുത്തുവാനുള്ള ശ്രമം, അതേപോലെ തന്നെ ആഹാര അല്ലെങ്കിൽ ഭക്ഷണശീലത്തെ നിശ്ചയിക്കുവാനുള്ള അധികാരത്തിലുള്ള കടന്നുകയറ്റം, ഈ പൊതുജനത്തെ ബാധിക്കുന്ന വിഷയം എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കേവലം വിശ്വാസത്തിന്റെ മാത്രം ഭാഗമല്ല, മറിച്ച് പൊതുജനത്തെ കൂടി ബാധിക്കുന്ന വിഷയമാണ് എന്നുള്ളതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാവരും ആവശ്യപ്പെടുന്ന പോലെ തന്നെ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയാണ് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ആവശ്യപ്പെടുന്നത്.
ഓക്കെ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഒരു വലിയ മുന്നറിയിപ്പായി കാണുന്നുണ്ട് എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ ഇത് വളരെ അപകടകരമായ ഗുരുതരമായ ഒരു സാഹചര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ക്ഷേത്രാചാരങ്ങളിൽ ഇത്ര നിസ്സാരമായാണ് വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, ഭക്തിയെ ഒക്കെ കാണുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വിപ്ലവം മതി എന്നുള്ളത് ഇവർ എന്ന് മനസ്സിലാക്കും എന്നുള്ളതാണ്.